ദേവൻ ആ കാഴ്ച കണ്ട് കണ്ണീരൊപ്പി. മീരയുടെ വക്കീൽ കസറി എന്ന് വേണം പറയാൻ. ഒരു ദാമ്പത്യ ജീവിതം കൊതിച്ചു തന്നെയാണോ മീരയെ വിവാഹം കഴിച്ചതെന്ന മീരയുടെ വക്കീലിന്റെ ചോദ്യത്തിന് അറിയാതെ എന്ന് ഉറപ്പിച്ചു പറഞ്ഞു. വക്കീൽ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടിയായി മീര തനിക്കെതിരെ ആരോപിക്കുന്ന കുറ്റങ്ങൾ കെട്ടിച്ചമച്ചതാണെന്നും താൻ അവൾ ഒത്തിരി സ്നേഹിച്ചിരുന്നുവെന്നും മുൻ കാമുകനെ മറക്കാൻ കഴിയാതെ ഉണ്ടായ മാനസിക വിഭ്രാന്തിയിൽ അവൾ ചെയ്തു കൂട്ടിയതാണെന്നൊക്കെ ഹരി ആവർത്തിച്ചു പറഞ്ഞു. ഒരു കുഞ്ഞിന് വേണ്ടി മാത്രം നിശ്ചിത കാലത്തേക്ക് വില കൊടുത്തു വാങ്ങിയതാണ് മീരയെ എന്ന വാദം ഹരി എതിർത്തു. നുണയാണെന്ന് അവൻ ആവർത്തിച്ച് പറഞ്ഞു. അതോടെ വക്കീൽ ഹരിയുടെയും നരേന്ദ്രൻ്റെയും ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കോടതിക്ക് മുന്നിൽ സമർപ്പിച്ചു. ഹരിയുടെ അക്കൗണ്ടിൽ നിന്നും വലിയൊരു തുക നരേന്ദ്രൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. അതോടെ ഹരി വിയർത്തു. പറയാൻ പെട്ടെന്നൊരു നുണ കിട്ടാതെ അവൻ പരിങ്ങി. അത് മീരയെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. 2 പെൺമക്കളെയും ഒരുമിച്ച് വിവാഹം കഴിച്ച് വിടണമെന്നായിരുന്നു മീരയുടെ അച്ഛന്. അതിനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലെന്നും വിവാഹം നീട്ടിവെക്കണമെന്നും മീരയുടെ അച്ഛൻ പറഞ്ഞു. മീരയോടുള്ള ഇഷ്ടം കൊണ്ടാ വിവാഹം നന്നായി നടത്താനുള്ള പണം കൊടുത്ത് ഞാൻ അദ്ദേഹത്തെ സഹായിച്ചത്. നിന്ന നിൽപ്പിൽ ഹരി പുതിയ കഥയുണ്ടാക്കി. എന്നാൽ അവിടെയും മീരയുടെ വക്കീൽ തെളിവുമായി വന്നു. ധ്രുവം വക്കീലിനെ ഏൽപ്പിച്ച എവിഡൻസ് വക്കീൽ കോടതിയിൽ സമർപ്പിച്ചു. ഹരിയുടെ വീട്ടിൽ വെച്ച് ഹരി ബലമായി അവളെയും കൊണ്ട് ഒപ്പിടിപ്പിച്ച ഒരു എഗ്രിമെൻ്റ് ആയിരുന്നത്. മീര ഹരിയുടെ ചോരയിൽ ഒരു കുഞ്ഞിനെ പ്രസവിക്കും വരെ മാത്രമായിരിക്കും ഈ വിവാഹത്തിൻ്റെ കാലാവധി. കുഞ്ഞിനെ പ്രസവിച്ച് നൽകി പോയി കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ മേൽ മീരയ്ക്ക് ഒരു അവകാശം ഉണ്ടായിരിക്കുന്നതല്ല. വലിയൊരു തുക ഇതിനായി കൈപ്പറ്റിയിട്ടുണ്ടെന്നും ഈ എഗ്രിമെൻ്റ് പൂർത്തിയാക്കും മുന്നേ മീര പിന്മാറിയാൽ അതിൻ്റെ ഇരട്ടി പണം തിരികെ നൽകണമെന്നും ഒക്കെയാണ് അതിൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. ആ എഗ്രിമെൻ്റ് വായിച്ചപ്പോൾ ജഡ്ജി പോലും അന്താളിച്ചു പോയി. ഇതുപോലൊരു എഗ്രിമെൻ്റ് ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ഇത് എഴുതി തയ്യാറാക്കിയവൻ നോർമലല്ലെന്ന് അവിടെയുള്ളവർക്കൊക്കെ തോന്നി തുടങ്ങി. ആ എഗ്രിമെൻ്റ് വെച്ച് വക്കീൽ കത്തിക്കയറുമ്പോൾ ഹരി കലിയോടെ കേട്ടു നിന്നു. മീരയുടെയും ഹരിയുടെയും ഒപ്പുകളുള്ള എഗ്രിമെൻ്റ് എന്ത് കള്ളക്കഥ പറയുമെന്ന് അവൻ തലപുകഞ്ഞ് ആലോചിച്ചു. എതിർഭാഗം വക്കീൽ, അതായത് ഹരിയുടെ വക്കീൽ മുകുന്ദൻ, നീരജ തങ്ങളോടൊപ്പം നിൽക്കുമെന്ന ധാരണയിൽ നീരജയെ വിസ്തരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ നീരജ കൂടി കളം മാറ്റി ചവിട്ടിയപ്പോൾ ഹരിക്ക് രോഷം അടക്കാനായില്ല. തൻ്റെ ഭർത്താവ് ഹരിയോടൊപ്പം ചേർന്ന് തന്നെ കബളിപ്പിക്കുകയായിരുന്നെന്ന് നീരജ കോടതിയിൽ തുറന്നു പറഞ്ഞു. മീര നിരപരാധിയാണെന്നും തെറ്റിദ്ധാരണയുടെ പുറത്ത് മൊഴി നൽകിയതാണെന്നും ക്ഷമിക്കണമെന്നും നീരജ ഏറ്റു പറഞ്ഞു. സ്ത്രീക്കറിയാവുന്ന കാര്യങ്ങൾ അവനും കോടതിയിലെത്തി തുറന്നു പറഞ്ഞു. പിന്നീട് മീരയെ വിസ്തരിച്ചു. കോടതിക്ക് മുന്നിൽ താൻ നേരിട്ട പീഡനങ്ങൾ മീര എണ്ണി ധൈര്യത്തോടെ തുറന്നു പറഞ്ഞു. ഓരോന്നും ഓർത്തോർത്ത് പറയുന്ന മീരയെ ഹരി പകയോടെ നോക്കി. കേസിൽ താൻ തോൽക്കുമെന്ന് ഹരി ഏകദേശം ഉറപ്പായി. ജയിലിൽ പോയി കിടക്കേണ്ടി വരുമെന്ന് ഓർത്തപ്പോൾ അവൻ്റെ രക്തം തെളിച്ചു. അവൻ്റെ സമനില തെറ്റി. ശരീരം മുഴുവൻ വിറച്ചു. എടീ എന്നലറിക്കൊണ്ട് പോലീസുകാരെയൊക്കെ തള്ളി മാറ്റി അവൻ മീരയ്ക്ക് നേരെ ഓടി. എല്ലാവരും ഒന്ന് നെടുങ്ങിയ നിമിഷം കൊണ്ട് അവൻ മീരയുടെ കഴുത്തിൽ തൻ്റെ കയ്യിൽ കിടക്കുന്ന വിലങ്ങ് കൊണ്ട് മുറുക്കി കഴുത്ത് നെരിച്ചു. മീര ഒന്ന് പിടഞ്ഞുപോയി. എന്നെ ജയിലിലാക്കിയിട്ട് നീ ഇവിടെ ജീവിക്കണ്ടടി എന്ന് പറഞ്ഞവൻ അവളുടെ കഴുത്തിൽ വിലങ്ങ് കൊണ്ട് ഞെരിച്ചു. ഓടി വന്ന പോലീസുകാരെയൊക്കെ അവൻ നിഷ്പ്രയാസം കുടഞ്ഞെറിഞ്ഞു. അസാമാന്യമായ ശക്തിയായിരുന്നു അവനെ നേരം. നിലവിളിക്കാൻ പോലും ആവാതെ മീര പിടിഞ്ഞു. പേടിച്ച് മാറ്റിടോ അയാളെ, ജഡ്ജി ഉറക്കെ പറഞ്ഞു. കുടഞ്ഞെറിഞ്ഞവർ തിരികെ വരുമ്പോൾ ഹരി വിലങ്ങെടുക്കാതെ അവളുടെ തല കൊണ്ടുപോയി ഭിത്തിയിൽ ആഞ്ഞടിച്ചു. 1 അല്ല 2 അല്ല പലവട്ടം അവനത് തുടർന്നു. അവൻ്റെ ഓരോ പ്രവൃത്തിക്കും വേഗത കൂടുതലായിരുന്നു. ഓടിവരുന്ന പോലീസുകാരെ കൈമുട്ടുകൊണ്ട് അവൻ ശക്തമായി തള്ളിയിട്ടു. മീരയുടെ തലയും ഭിത്തിയും ചുവപ്പ് നിറം പടർന്നു. ഏറ്റവും പുറകിലായിരുന്ന മഹിയും കൂട്ടുകാരും ചാടി എണീറ്റ് ഇതിനോടകം ഓടി വന്നിരുന്നു. പലരും ഭയന്ന് മാറി നിന്നു. മാനസിക നില തെറ്റി അലറി വിളിക്കുന്നവൻ്റെ അടുത്തേക്ക് പോകാൻ പോലും പലരും ഭയന്നു. ധ്രുവനും ശ്രീയും ഇരുഭാഗത്തു നിന്ന് അവൻ്റെ കയ്യിലെ വിലങ്ങിൽ നിന്നും അവളുടെ കഴുത്ത് മോചിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഫലമുണ്ടായില്ല. അവൻ്റെ ഉറച്ച ശരീരത്തിൽ പിശാചി കയറിയത് പോലെയായിരുന്നപ്പോൾ ചുവന്ന ചുടുരക്തം മീരയുടെ കണ്ണിലേക്ക് ഒഴുകിയിറങ്ങി. എന്നിട്ടും ഹരി പിന്നോട്ട് മാറിയില്ല. ഒരു ഭ്രാന്തനെ പോലെ അലറി അവളുടെ തല ഭിത്തിയിൽ ഇടിച്ചുകൊണ്ടിരുന്നു. 10-14 പേര് കിണഞ്ഞ് പരിശ്രമിച്ചിട്ടാണ് അവനൊന്ന് പിടിച്ചു മാറ്റാൻ കഴിഞ്ഞത്. അപ്പോഴേക്കും മീര അവശതയോടെ ഭിത്തിയിലേക്ക് ചാരി നിന്നിരുന്നു. മോളെ! നീരജ് ഓടി വരും മുന്നേ മഹിമകളെ തന്നെ നെഞ്ചിലേക്ക് താങ്ങി പിടിച്ചിരുന്നു. എന്താണ് സാർ ഇത്? അങ്ങയുടെ മുന്നിൽ വെച്ചാണ് പ്രതി ഇത്രയധികം വയലന്റായി എൻ്റെ കക്ഷിയെ ഉപദ്രവിച്ചത്. അങ്ങേക്ക് ഇതൊക്കെ കണ്ടിട്ടും നിന്ന് കഥാപ്രസംഗം നടത്താതെ ആ കുട്ടിയെ ഹോസ്പിറ്റലിൽ എത്തിക്കണോ? നെറ്റിയിൽ നിന്നും നിർത്താതെയുള്ള രക്തപ്രവാഹം കണ്ട് ജഡ്ജി ആകുലപ്പെട്ടു. കൺമുന്നിൽ വെച്ച് ഇത്തരമൊരു അക്രമം. ആ പകപ്പിൽ നിന്നും അദ്ദേഹം മുക്തനായില്ല. ആദ്യമായാണ് കോടതിയിൽ വെച്ച് ഇങ്ങനൊരു സംഭവം. ജഡ്ജി ഹരിയെ വീക്ഷിക്കുകയായിരുന്നു. ഒരു പൈശാചികമായ ഭാവത്തിൽ അലറുകയാണ് അവൻ. പോലീസുകാരുടെ കയ്യിൽ നിന്ന് കുതറി മാറാൻ ശ്രമിക്കുന്നുണ്ട്. മഹി മീരയെ തട്ടി വിളിക്കുകയാണ്.
അവളുടെ ബോധം പോയെന്ന് കണ്ടതും ആരെയും കാത്തു നിൽക്കാതെ മീരയും എടുത്ത് തോളിലേക്ക് ഇട്ടു. ഡേയ്, എങ്ങോട്ടാടി രക്ഷപ്പെടുന്നേ? നിന്നെ ഞാനിന്ന് കൊല്ലുവടി. അവനെ ബന്ധിച്ചു വെച്ച പോലീസുകാരെ അവൻ കുടഞ്ഞെറിയാൻ ശ്രമിച്ചു. മുന്നിൽ നിൽക്കുന്നവരെയൊക്കെ രക്തം വരും വിധം കടിച്ചു മുറിവേൽപ്പിച്ചു. അവർ വേദനയോടെ പിന്മാറുന്ന നേരം കൊണ്ട് കൈകളെ ബന്ദിയാക്കിയ വിലങ്ങുപയോഗിച്ച് ഹരി പലരെയും പ്രഹരിച്ചു. കൈമുട്ട് കൊണ്ടിടിച്ച് പിന്നിലുള്ളവരിൽ നിന്നും മോചിതനായി. അവൻ മീരയ്ക്ക് നേരെ പായും മുന്നേ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവൻ നെഞ്ചിൽ നോക്കി ആഞ്ഞു ചവിട്ടി. പ്രതീക്ഷിക്കാതെയുള്ള ആ ചവിട്ടിൽ അവൻ മലർന്നു വീണുപോയി. മലർന്നു വീണവനെ പോലീസുകാർ പിടിച്ചു വെച്ചു. കൂടുതൽ പോലീസുകാർ അകത്തേക്ക് ഓടിയെത്തി. ഓനെ ഹരി, എന്താടാ ഇത്? ദേവൻ അവന്റെ കവിളിൽ തട്ടി സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ദേവന്റെ ഞെട്ടലും മാറിയിട്ടില്ല. മകൻ തെറ്റുകൾ മനസ്സിലാക്കി മീരയെ സ്നേഹിക്കാൻ തയ്യാറായി നിൽക്കുകയാണെന്ന തെറ്റിദ്ധാരണയിലായിരുന്നു അയാൾ. പക്ഷേ അവന്റെ ഉള്ളിൽ അത്രയും പകയും വൈരാഗ്യവും ഉണ്ടെന്ന് അയാൾ ചിന്തിച്ചത് കൂടിയില്ല. ഹരിയെ ആദ്യമായാണ് ദേവൻ ഇങ്ങനെ കാണുന്നത്. അതിൻ്റെ എല്ലാ ഞെട്ടലും അയാൾക്കുണ്ട്, ഒപ്പം ഭയവും. കോടതിക്കുള്ളിൽ വെച്ചാണ് അവനിതൊക്കെ കാട്ടിക്കൂട്ടിയത്. ഇത്രയും പേരുടെ മുന്നിൽ വെച്ചാണ് മീരയെ ആക്രമിച്ചതും. കോടതി അവനെ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് ദേവന് ഉറപ്പായി. കുറച്ചു മുന്നേ മീരയെയും താങ്ങി പിടിച്ച് ചെറിയൊരു മുടന്തലോടെ പുറത്തേക്ക് പോയ മഹാദേവൻ ഹരിയെ പകയോടെ നോക്കിയ ആ നോട്ടം ദേവനെ ഭയപ്പെടുത്തി. മഹാദേവന്റെ ഭീഷണി അന്നേരം അയാൾക്ക് ഓർമ്മ വന്നു. അയാൾക്ക് കയ്യും കാലും വിറച്ചു. അച്ഛാ, എന്നെ അവൾ തോൽപ്പിച്ച് കളഞ്ഞു. എന്നെ പറ്റിച്ച് കടന്നു കളയാൻ അവളെന്ന് കരുതി. വിടില്ല ഞാൻ, അവളെ വെറുതെ വിടില്ല ഞാൻ. കൊല്ലും, ഇഞ്ചിഞ്ചായി കൊല്ലും ആ നായിന്റെ മോളെ. അവൻ കോടതിയാണെന്ന് പോലും ഓർക്കാതെ നിലത്ത് കിടന്ന് വിളിച്ചുകൂടി. പോലീസുകാർക്കിടയിൽ അവനടുത്തായി മുട്ടുകുത്തിയിരുന്ന ദേവൻ കരഞ്ഞുപോയി. ജഡ്ജി പോലീസ് ഉദ്യോഗസ്ഥരെ കുറ്റപ്പെടുത്തി. അവരുടെയൊക്കെ കൺമുന്നിൽ വെച്ചൊരു അക്രമം നടന്നിട്ടും തടയാൻ സാധിക്കാതിരുന്ന അവരുടെ കഴിവുകേടിനെ ചൂണ്ടിക്കാട്ടി. ഭയന്ന് മാറി നിന്നവർക്കും അത് കേട്ടപ്പോൾ അപമാനം തോന്നി. എന്തിനും തയ്യാറായി നിൽക്കുന്ന ഒരുവനോട് ഏറ്റുമുട്ടാൻ പലർക്കും ഭയമുണ്ടായിരുന്നു. എന്തായാലും ഇന്നത്തോടെ ഹരിക്ക് കിട്ടിക്കൊണ്ടിരുന്ന പരിഗണന എല്ലാം തീർന്നു. ജഡ്ജിന്റെ നിർദ്ദേശപ്രകാരം പോലീസ് അവനെ പിടിച്ചു വെച്ച് അവിടുന്ന് കൊണ്ടുപോയി. ഹരി റിമാൻഡിൽ തുടരാൻ കോടതി നിർദ്ദേശിച്ചു. സൂക്ഷിക്കണമെന്ന് കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ ചെയ്യാൻ മടിയില്ലാത്തവന് ഒന്നിനും മടിയുണ്ടാവില്ല. കാര്യങ്ങൾ കോടതിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടെങ്കിലും വിധി പറയൽ 25-നാണ് ഉണ്ടാവുക. അതോടെ കോടതി പിരിഞ്ഞു. കേസ് മീര ഏകദേശം ജയിച്ച മട്ടാണ്. ഹരിക്ക് കോടതിയിൽ വെച്ച് അങ്ങനെ ചെയ്യാൻ തോന്നിയത് കൊണ്ട് മീരക്കത് ഗുണമായി എന്നാണ് മീരയുടെ വക്കീൽ ചിന്തിച്ചത്. മുകുന്ദനാണെങ്കിൽ ഹരിയുടെ കേസ് ഏറ്റെടുക്കാൻ തോന്നിയ നിമിഷത്തെ പഴിച്ചുകൊണ്ട് കോടതി മുറി വിട്ടിറങ്ങി. മീരക്കൊപ്പം ഉണ്ടായിരുന്നവരെല്ലാം ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ട്. ആ സമയം എല്ലാം മറന്ന് നീരജ മഹിക്കൊപ്പം അയാളുടെ കാറിൽ കയറിയിരുന്നു. സാഹചര്യം അതായതുകൊണ്ട് മഹി അത് ശ്രദ്ധിച്ചതുമില്ല. അയ്യോ, ആണോ മോനെ? എന്നിട്ട് മീരക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? എന്നാൽ ഇവനൊക്കെ മനുഷ്യന്മാരാണോ? ഹാളിൽ നിന്ന് സ്ത്രീയോട് ഫോണിൽ സംസാരിക്കുകയാണ് ലക്ഷ്മി അമ്മ. അത് കേട്ടുകൊണ്ടാണ് നീള മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി നോക്കിയത്. സംഭവം എന്താണെന്ന് അറിയാൻ നീളവിടെ ചുറ്റിപ്പറ്റി നിന്നു. എന്തു പറ്റിയമ്മേ? നീള നിഷ്കളങ്കമായി ചോദിച്ചു. ഈയിടെയായി അവൾക്കൊരു നിഷ്കളങ്ക ഭാവമാണ്. അനാവശ്യമായി ലക്ഷ്മി അമ്മയോട് തർക്കത്തിനൊന്നും പോവാറില്ല. ചുരുക്കി പറഞ്ഞ ലക്ഷ്മി അമ്മ കൊടുക്കുന്നതും കഴിച്ച് അവൾ അവിടെ അടങ്ങി ഒതുങ്ങി കഴിയുകയാണ്. അതുകൊണ്ട് തന്നെ ലക്ഷ്മി അമ്മയും കുറച്ചൊക്കെ ഒന്ന് അയഞ്ഞിട്ടുണ്ട്. ഇന്നല്ലായിരുന്നു മീരയുടെ കേസ് പിടിച്ചത്. കോടതി വെച്ച് ആ ഹരിമോളെ ഉപദ്രവിച്ചെന്ന്, തല പൊട്ടിയെന്ന് അവരെല്ലാം കൂടി ആശുപത്രിയിലേക്ക് പോയിട്ടുണ്ട്. ആകുലതയോടെ ലക്ഷ്മിയമ്മ പറയുന്ന വാർത്ത അവളുടെ ഉള്ളം നടപ്പിച്ചു. ആ പോക്കിലങ്ങ് തീർന്നു കിട്ടിയിരുന്നെങ്കിൽ എന്നാണ് അവൾ ചിന്തിച്ചത്. കാരണം സ്ത്രീക്ക് മീരയുള്ള ചായ്വ് അവളെ കുറച്ചൊന്നുമല്ല അലോത്സരപ്പെടുത്തുന്നത്. മീര ഇല്ലാണ്ടായി കഴിഞ്ഞാൽ സ്ത്രീ കുഞ്ഞിനെ ഓർത്തെങ്കിലും തന്നിലേക്ക് മടങ്ങി വന്നേക്കുമെന്നൊരു പ്രതീക്ഷ. അവളൊരു ആനന്ദത്തോടെ സെറ്റിയിൽ നീണ്ടു നിവർന്നിരുന്നു. ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ലെങ്കിലും ആ ഹരി അവളെ ജീവിക്കാൻ വിടില്ലെന്ന സന്തോഷം കയറിയും. ആകെ മൊത്തം സാഹചര്യങ്ങളൊക്കെ തനിക്ക് അനുകൂലമായി വരുന്നത് കണ്ട് അവൾ മനസ്സ് നിറഞ്ഞ് പുഞ്ചിരിച്ചു. വയറിൽ പതിയെ തലോടി ആ സന്തോഷം കുഞ്ഞിനോട് കൂടി അവൾ പങ്കുവച്ചു. എനിക്ക് അവിടം വരെ ഒന്ന് പോകണമെന്നുണ്ട്. പക്ഷെ ഈ അവസ്ഥയിൽ നിന്നെ തനിച്ചാക്കി പോകാനും പറ്റില്ലല്ലോ. ലക്ഷ്മി അമ്മ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിലും കേൾക്കാത്ത മട്ടിൽ അവൾ കണ്ണുകൾ അടച്ചിരുന്നു. എല്ലാവരും പറയുന്നത് പോലെ മീരയ്ക്ക് കാര്യമായ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ബ്ലഡ് കുറച്ച് പോയിട്ടുണ്ട്. നെറ്റി അത്യാവശ്യം നന്നായിട്ട് മുറിഞ്ഞിട്ടുമുണ്ട്. കൂടാതെ ചതവും അതിൻ്റെയൊക്കെ വേദനയും പെട്ടെന്നുണ്ടായ ആക്രമണത്തിൽ ഭയന്ന് ബോധം പോയതാണ് അവളുടെ. ഇനി തലക്കുള്ളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പിക്കണമെങ്കിൽ കുറച്ച് ടെസ്റ്റ് റിസൾട്ട് കൂടി വരണം. നിലവിൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. പെയിൻ കില്ലർ കൊടുത്ത ആശ്വാസത്തിൽ ഒന്ന് മയങ്ങുകയാണ് മീര. സത്യം പറഞ്ഞാൽ അപ്പോഴാണ് എല്ലാവർക്കും ശ്വാസം നേരെ വീണത്.
മഹിയാണ് അവളെ കാണാൻ ആദ്യം പോയത്. അവൾ ഉറങ്ങുന്നത് കണ്ട് കുറച്ചു നേരം അരികിലിരുന്നു കൊണ്ട് മഹി പുറത്തേക്ക് ഇറങ്ങി. നീരജ കണ്ണു നിറച്ച് ഭിത്തിയിൽ ചാരി നിൽപ്പാണ്. കോടതി മുറിക്കുള്ളിൽ അത്രയും പോലീസുകാർക്ക് മുന്നിൽ വെച്ച് ഇത്രയൊക്കെ അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ തനിച്ചായിരുന്നപ്പോൾ അവൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും? അവളുടെ മനസ്സ് പുകഞ്ഞു. താനും കൂടി ചേർന്നാണ് അവളെ ഇതുപോലൊരു പടുകുഴിയിലേക്ക് തള്ളിയിട്ടത്. അന്ന് അവൾ ഉറക്കെ കരഞ്ഞു കാണില്ലേ, അമ്മയെ ശപിച്ചു കാണില്ലേ? അങ്ങനെ ഓരോ ചിന്തകളും അവരുടെ ഉള്ളത്തെ പൊള്ളിച്ചു. കണ്ണിൽ നിന്നും കണ്ണുനീര് ഒഴുകിയിറങ്ങി. ആദ്യമേ അവളെ വിശ്വസിച്ചിരുന്നെങ്കിൽ, അവൾ പറയുന്നതൊക്കെ ഒന്ന് കേട്ടിരുന്നെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു. നീരജ് സ്വയം പഴിച്ചു. മോളെ കാണണമെങ്കിൽ കയറി കണ്ടോളൂ. അരികിൽ വന്നു നിന്നും മുരടനയ്ക്ക് മഹി മാറ്റങ്ങോ നോക്കി നീരജിയോട് പറഞ്ഞു. എന്തോ നീരജിയുടെ ആ നിൽപ്പിൽ അയാൾക്ക് അവരോട് സഹതാപം തോന്നി. ചുവന്ന മൂക്കും നിറഞ്ഞ കണ്ണുകളുമായി നിൽക്കുന്ന നീരജിയോട് സ്നേഹം തോന്നിപ്പോയി. നീരജ മെല്ലെ കണ്ണുകൾ ഉയർത്തി മഹിയെ നോക്കി. അവരുടെ കണ്ണുകളിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീര് കൂടി ഒഴുകിയിറങ്ങി.